2025 ശേഷം എൻ്റെ ആദ്യത്തെ നേരിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ വീട്ടിലെ ടെറസിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് വീണ്ടും ഞാൻ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് തിരക്ക് കൊണ്ട് ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങളാണ്, നല്ല രോഗങ്ങൾ ഇതിന് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ചെടിയിലുള്ള 3 പ്ലാന്റുകളായിരുന്നു ചെടിയിൽ നട്ടിരുന്നത്. അതെല്ലാം മാറ്റി ഞാൻ ഇപ്പോൾ 1ഉം 2ഉം ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിവരണമാണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 8ഓളം വെറൈറ്റി പ്ലാന്റുകളാണ് ഞാൻ ടെറസിൻ്റെ മുകളിൽ നട്ടിട്ടുള്ളത്. ഇതിൽ മലേഷ്യൻ റെഡ്, കംബോഡിയൻ റെഡ്, വിയറ്റ്നാം ഏർലി, വൈറ്റ്, അമേരിക്കൻ ബ്യൂട്ടി, അതുപോലെ യെല്ലോ പലോറ എന്നീ തുടങ്ങിയ വെറൈറ്റികൾ ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഞാൻ നട്ട സമയത്ത്, അതായത് 2002 3 പ്ലാന്റുകൾ വെച്ചിട്ടാണ് ഈ ചട്ടിയിൽ നട്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ഇതെല്ലാം റീപ്ലാന്റ് ചെയ്ത് ഒറ്റ പ്ലാന്റുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതായിരിക്കും നല്ല കൂടുതൽ വിളവ് തരാൻ സാധിക്കുന്ന ഒരു തരം കൃഷി. അതുപോലെ ഇതിന് ഇപ്പോൾ ബാധിച്ചേക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചിട്ട് വേണം എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ ഒരു പരിചരണവും ഇല്ലാതെ ഇതിനെ ഇങ്ങനെ വെറുതെ ഇട്ടിരുന്നത്. അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഇതിനെ ബാധിച്ചു. പ്രത്യേകിച്ചും തണ്ട് പഴുത്ത് പോകുന്ന ഒരു രോഗമാണ് അത്. കൃത്യമായിട്ട് നമ്മൾ ഇതിന് സ്യൂഡോമോണസും അതുപോലെ കോപ്രോക്സി ക്ലോറൈഡ്, തുരിശും ചുണ്ണാമ്പും കൂടെ ഉള്ള മിശ്രിതവും നമ്മൾ ഓരോ മാസവും ഇടവിട്ട് ഇതിന് തളിച്ചു കൊടുക്കണം. അതുപോലെ ട്രൈക്കോഡമ നമ്മൾ ട്രെഞ്ച് ചെയ്യണം. നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് ഒരു ചെറിയ അളവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും വേണം. ഇത്തരത്തിൽ ചെയ്താൽ ഇതിന് ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള തണ്ട് അളിയുന്ന രോഗം നമുക്ക് തടയാൻ പറ്റും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തണ്ട് ബാധിച്ചതിന് ശേഷം ഇത് നേരെ ഇതിൻ്റെ ഫ്രൂട്ടിലേക്ക് ഈ തുരുമ്പ് പോലുള്ള ഒരു രോഗം ഇത് വരും. അതുപോലെ അത് അളിയുകയും ചെയ്യും. ഇത് മധുരവും കുറയും, ഇത് മുരടിച്ചും പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു റെമഡി കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ നല്ല വിളവ് എല്ലാ വർഷവും സീസണിൽ കൃത്യമായ വിളവ് ലഭിക്കുവാൻ സാധിക്കും. ഇത് മലേഷ്യൻ ബ്യൂട്ടിയാണ്, മലേഷ്യൻ റെഡാണ്. മലേഷ്യൻ റെഡിൽ അത് തണ്ട് അളിഞ്ഞ് പോയേക്കുവാണ്. എന്നിട്ടും അതിനകത്തൊരു നല്ലൊരു ഫ്രൂട്ട് പിടിച്ച് നിൽപ്പുണ്ട്. ആ ഫ്രൂട്ടിലേക്ക് അത് കൃത്യമായിട്ട് ഫ്രൂട്ടിലേക്ക് ആ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അത് കാണാം. ഇത് വിയറ്റ്നാം ഏർലി വൈറ്റ് ആണ്. വിയറ്റ്നാം ഏർലി വൈറ്റ് പിന്നെ റോസ് കളറാണ്, പക്ഷേ ഉള്ളിൽ വെള്ള ഫ്ലഷുമാണ്. ഇതിപ്പോൾ നല്ല നന്നായി പൂവിട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അസുഖങ്ങൾ എല്ലാ തണ്ടിലും നന്നായി ബാധിച്ചിരുന്നു. ഞാൻ എല്ലാം പ്രൂൺ ചെയ്ത് അവസാനം ചില തണ്ടുകളിലേക്ക് ഇത് ബാധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത് ഫ്ലവർ ചെയ്തുകൊണ്ട് അത് മുറിക്കാതിരിക്കുകയാണ്. അപ്പം ഇതിനും ഇപ്പം ഞാൻ ഇതിനകത്ത് സ്യൂഡോമോണസ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു മെഡിസിൻ പോലും ഇതിന് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ രോഗങ്ങൾ എനിക്കിത് വന്നത്. അപ്പം നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള പരിചരണം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഈ ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇത് പിന്നെ കംബോഡിയൻ റെഡാണ്. കംബോഡിയൻ റെഡ് മലേഷ്യൻ റെഡിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. കംബോഡിയൻ റെഡ് കുറച്ചും കൂടെ വലിയ ഫ്രൂട്ടാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇത് 2 എണ്ണം ഞാൻ നട്ടിട്ടുണ്ട്. ഇത് അടുത്ത പ്രാവശ്യം ഇത് റീപ്ലാന്റ് ചെയ്യുന്നതാണ്. ഒരെണ്ണം ആക്കുന്നതാണ്. ഇതിൽ ഒരു ഫ്രൂട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. ഏകദേശം 600 ഗ്രാമോളം ഇത് ഫ്രൂട്ട് വരും. ഇത് പോളിനേഷൻ വേണ്ട ഒരു വെറൈറ്റിയാണ്, ഒറിഗാനോ. ഇതും വളരെ പ്രതിരോധ ശേഷിയുള്ള ഒരു പ്ലാന്റാണ്. പക്ഷേ എന്നിട്ട് പോലും ഇതിലും ഈ പറഞ്ഞ രോഗം ഇതിലും പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഒരു വർഷത്തെ ഗ്യാപ്പിൽ ഞാൻ വന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ രോഗങ്ങളിത് വളരെ കൃത്യമായിട്ടുള്ള പരിചരണം ഇല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ രോഗം ബാധിച്ച് ഫാറ്റഡാകും. യാതൊരു സംശയവുമില്ല. ഒരു 30 ദിവസം കൂടുമ്പോൾ ഇതിന് ഈ പറഞ്ഞ റെമഡീസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് അതിന് അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട സന്തോഷം. താങ്ക് യു.